നമസ്കാരം. തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ VK ചെറിയാൻ ഡൽഹിയിൽ നിന്നും, എൻ്റെ സുഹൃത്ത് ദാമോദർ പ്രസാദ് കോഴിക്കോട് നിന്നും. ദാമോദർ, താങ്കളൊരു അക്കാഡമിക് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ആക്സസ് മൈ ഇന്ത്യ എന്ന പോൾസ്റ്റർ ഗ്രൂപ്പ്, ഇന്ത്യ ടുഡേക്ക് വേണ്ടിയാണ് അവർ പോൾസ് ചെയ്തത്. അവർ ബംഗാളിൽ അവർ എന്തുകൊണ്ട് അവരുടെ പ്രൊജക്ഷൻസ് ചെയ്യുന്നില്ല എക്സിറ്റ് പോളിൽ എന്ന് 2 ദിവസമായി പറയുന്നു. പലരും വിചാരിച്ചു അല്ലെങ്കിൽ ഇന്നെങ്കിലും അവരുടെ നമ്പേഴ്സ്, അതായത് BJPക്ക് എത്ര കിട്ടും, TMCക്ക് എത്ര കിട്ടും എന്ന് എല്ലാവരും ഇന്ത്യയിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ലോകം മുഴുവൻ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് വേണ്ട എന്നവർ വെച്ചു. അതിനൊരു കാരണം അവർ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് അവർ പറയുന്നത്, a team of 80 trained surveyors organized into 16 independent field units conducted voter interviews using standardized exit poll methodologies covering a sample of over 13,250 respondents. Following the completion of phase 1 polling, Mr. Pradeep Gupta, the My Access chief, says, I also joined the field teams to independently assess ground conditions and validate survey processes. The field work in West Bengal presented a typical and statistically significant challenge. We observed an unexceptionally high non-response rate, with approximately 70% of the approach voters declined to participate in the survey. അതായത് 70% ആൾക്കാർ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ട് അവർ പറയുന്നത് അവരുടെ ഡേറ്റയുടെ സെൻസിറ്റീവ് ഇത്ര ശതമാനം കിട്ടിയാലല്ലേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കൊന്ന് 60% കിട്ടിയാലല്ലേ സാധാരണ സർവേകളൊക്കെ മുമ്പോട്ട് പോകുന്നുള്ളൂ. അത് നടന്നില്ല. അതുകൊണ്ട് അവരുടെ ഫിഗേഴ്സ്, വെസ്റ്റ് ബംഗാൾ ഫിഗേഴ്സ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവർ ലോക്സഭാ സമയത്ത് പ്രദീപ് ഗുപ്ത ഇന്ത്യ ടുഡേയിൽ നിന്ന് കരഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ പ്രൊജക്ഷൻസ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ മസ്റ്റ് ബി ഓവർ കോഷ്യസ്, പ്രത്യേകിച്ച് ഗ്രൗണ്ടിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ കൂടെ വരുമ്പോൾ. പക്ഷേ ഇതിൽ ഒക്കെ ബാക്കി എല്ലാ സർവേകളും BJPക്ക് അനുകൂലമായി BJP അധികാരത്തിൽ വരുന്നു എന്ന നിലയിൽ പറഞ്ഞിരിക്കുന്നു. ഇത് എന്താണ് കാണിക്കുന്നത്? ഒരു അക്കാഡമിക് എന്ന നിലയിൽ, ഒരു റിസർച്ചർ എന്ന നിലയിൽ, റിസർച്ചറൊക്കെ ഗൈഡ് ചെയ്യുന്ന ആള് എന്ന നിലയിൽ ഇതെന്താണ് കാണിക്കുന്നത്? ഒന്നുകിൽ മൈ ആക്സിസ് പറയുന്നത് നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ ബാക്കിയുള്ള പോൾസ്റ്റേഴ്സ് എന്താണ് ചെയ്യുന്നതെന്നൊരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നില്ല സർ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാർ. അതിൻ്റെ അകത്ത് ആക്സിസ് മൈ ഇന്ത്യ അവർ പറയുന്നൊരു കാര്യം മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രദീപ് ഗുപ്ത കഴിഞ്ഞ ലോക്സഭയുടെ കണക്ക് മുഴുവൻ തെറ്റിപ്പോയതിന് പേരിൽ പരസ്യമായി സ്റ്റുഡൻറ്റിന് കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആക്യുറസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓണസ്റ്റികൾ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തെളിവാണ്. ബംഗാളിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് അറിയുന്ന 2 കാര്യങ്ങൾ ഇതിനകത്ത് വെളിപ്പെടുകയാണ്. ബംഗാളിൽ നടന്ന അതിഭീകരമായിട്ടൊരു വയലൻസ് അവിടെ നിലനിന്നിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ആൾക്കാർ ഒരു തരത്തിൽ വളരെ ഭീതിജനകമായ അന്തരീക്ഷം നിലനിന്നിരുന്നു. അതിന് BJPയും TMCക്കും അത് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഭീകരമായ അന്തരീക്ഷമായിരുന്നു. അപ്പോൾ അവിടുത്തെ വോട്ടർമാർ തുറന്ന് സംസാരിക്കാൻ ആ വിസമ്മതിക്കുന്നൊരു ഘട്ടം എന്ന് നോക്കുന്ന ന്യായം മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ മറ്റ് പോസ്റ്റേഴ്സ് അത് പറയാൻ തയ്യാറാവാതെ അവർക്ക് കിട്ടിയ ഡാറ്റ വെച്ച് അവരെന്താണോ റിസൾട്ട് ഉദ്ദേശിക്കുന്ന ആ റിസൾട്ടിലേക്ക് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. അതായത് അവർക്ക് ലഭ്യമായ മിനിമം ഡാറ്റ വെച്ച് അവർ ഉദ്ദേശിക്കുന്നൊരു റിസൾട്ട് ഉണ്ട്, ആ റിസൾട്ടിലേക്ക് ഇതിനെ എക്സ്ട്രാപോളേറ്റ് ചെയ്തു. മറിച്ച് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രതിബദ്ധത ആക്യുറസിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയും മാത്രമല്ല, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആക്സിസ് ഇന്ത്യ പല രീതിയിലും സർവേ നടത്തുന്നുണ്ട്. അവർക്ക് ആ ആക്യുറസി നടത്തുന്ന അവരുടെ ഒരു സർവേയിലെ പ്രധാനപ്പെട്ട കാര്യം ഈ പ്രാവശ്യം കൂടി തെറ്റിക്കഴിഞ്ഞാൽ വളരെ മോശമാകുന്നുള്ളതുകൊണ്ട് അവരത് ആ ആക്യുറസിക്ക് വേണ്ടി ഓണസ്റ്റായി പറയുകയുണ്ടായത്. കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത്ര ആൾക്കാരെ നമുക്ക് 30% ആൾക്കാരെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യർക്ക് മറുപടി പറഞ്ഞുള്ളൂ. ഞങ്ങൾ ഇത്രയും ഒരു സൈന്യം അവിടെ ഇൻഡസ്ട്രിയിൽ കൂടി 70% ആൾക്കാരെ ഞങ്ങൾ സംബന്ധിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ട് പ്രൊഡിക്ഷനിലേക്ക് പോകാൻ പറ്റും. ആ ആക്യുറേറ്റ് ആയിട്ട് പ്രൊഡിക്ഷൻ നടത്താൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ഡാറ്റ എന്താണ് റിസൾട്ട്, ഞങ്ങൾ ഫൈനൽ റിസൾട്ട് പ്രൊജക്റ്റ് ചെയ്യാനോ തയ്യാറല്ല എന്നാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഈ കാര്യം പ്രധാനപ്പെട്ട വെസ്റ്റ് ബംഗാൾ തെരഞ്ഞെടുപ്പിൽ
ഒരു ഭാഗത്ത് SIR ശേഷമുള്ള ഒരു അന്തരീക്ഷത്തിൽ അവിടുത്തെ മനുഷ്യർ തുറന്ന് സംസാരിക്കാൻ ഭയപ്പെടുന്നു. കാരണം കേരളം പോലുള്ള കുറച്ചുകൂടി ഗ്രാമീണ പ്രദേശങ്ങളുടെ സ്ഥലത്ത് സംസാരിക്കാൻ ഭയപ്പെടുന്നു. രണ്ട്, മറ്റ് പോൾസ്റ്റേഴ്സിനെ കുറിച്ച്, അതായത് ഈ വെസ്റ്റ് ബംഗാളിൽ സ്വീപ്പിംഗ് വിക്ടറി BJP കൊടുത്ത പോൾസ്റ്റേഴ്സിന്റെ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഫോൾട്ടി ഡാറ്റയാണ്, മാത്രമല്ല മാനിപ്പുലേറ്റഡ് ഡാറ്റയാണ്. ഇതിൽ വളരെ വ്യക്തമാണ്. ഒരു പ്രധാനപ്പെട്ട പോൾസ്റ്റർ എന്ന് പറയുന്നത് 30% സംസാരിക്കാൻ തയ്യാറെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് പോൾസ്റ്റേഴ്സ് പോയപ്പോഴും അത്ര ശതമാനം ആൾക്കാർ എനിക്ക് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടാവുക. വളരെ ചെറിയ ന്യൂനപക്ഷമാണ് ആ പോൾസ്റ്റേഴ്സിന് ഡാറ്റ കൊടുത്തത്. പക്ഷേ ആ ചെറിയ ന്യൂനപക്ഷത്തിന്റെ ഡാറ്റ വെച്ചുകൊണ്ട് ഇവര് BJPക്ക് സ്വീപ്പിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്താണ്. ഇവരോട് എന്താണോ എക്സിറ്റ് പോളിന് ശേഷം ആവശ്യപ്പെട്ടത് ആ കടമ നിർവഹിക്കുന്ന രീതിയിലാണ് മാറിയത്. അപ്പോൾ ഇതിനൊരു വ്യാജമായ കണക്ക് സൃഷ്ടിച്ചു. അപ്പൊ നമ്മുടെ സർവേ അല്ല, അതായത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ മൈ ആക്സിസിന്റെ ഈ സ്റ്റേറ്റ്മെന്റ്, അവരുടെ ആ പൊസിഷൻ ഈ പോൾസ്റ്റർ ഇൻഡസ്ട്രിയെ മൊത്തം എക്സ്പോസ് ചെയ്തിരിക്കുകയല്ലേ. എന്താണ് അവർ ചെയ്തതെന്നുള്ളൊരു ചോദ്യം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കേണ്ടതില്ലേ? നിങ്ങൾക്ക് എത്ര ശതമാനം ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു? നിങ്ങളുടെ ഡേറ്റ മെത്തേഡുകൾ ഡേറ്റ എന്താണ്, കൺക്ലൂഷൻ അറൈവ് ചെയ്യുന്ന മെത്തേഡുകൾ എന്താണ് എന്നൊക്കെ ചോദിക്കേണ്ട ഒരു കാലം കഴിഞ്ഞില്ല ഇപ്പോൾ. സംശയമില്ല. മാത്രം കഴിഞ്ഞ ലോക്സഭാ സമയത്ത് തന്നെ BJPക്ക് എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് ഈ എക്സിറ്റ് പോൾ കൊടുത്തത് BJP എന്താണോ, അതായത് അബ്കി ബാർ 400 സീറ്റ് മേലെ കിട്ടുമെന്നുള്ള BJPയുടെ ക്യാമ്പയിൻ അനുസൃതമായിട്ട് BJPക്ക് ലോക്സഭയിലേക്ക് വൻ ഭൂരിപക്ഷം നൽകിക്കൊണ്ടുള്ള സർവേകളാണ് ഉടനെ കാണിച്ചത്. അത് CNIB ഉൾപ്പെടെ അന്ന് അത്ര റിസൾട്ട് കാണിക്കുകയും ആ റിസൾട്ട് മുഴുവൻ പൊളിഞ്ഞ് പാളിസായി. കഴിഞ്ഞ ലോക്സഭയിൽ തന്നെ സർവേ ഫലങ്ങൾ തകർത്തരിപ്പണാവും. UPയിലൊക്കെ നമ്മൾ കണ്ടത് BJPക്ക് വലിയ പ്രതിസന്ധിയാണ് UPയിൽ കണ്ടത്. കാര്യം അയോധ്യ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ BSPയുടെ മറ്റേ SP കാൻഡിഡേറ്റ് ജയിക്കുന്ന സ്ഥിതി ഉണ്ടാവുന്ന, ഫൈസാബാദ് കോൺസ്റ്റിറ്റ്യൂൻസിൽ ജയിക്കുന്ന സ്ഥിതി ഉണ്ടാവും എന്ന് പറയുമ്പോൾ BJPയുടെ എന്താണോ നാഷണലി പ്രൊജക്ട് ചെയ്തത് അത് കിട്ടിയില്ലെന്ന് മാത്രമല്ല BJP കേവല ഭൂരിപക്ഷം BJPക്ക് NDA വഴി വരാൻ പറ്റി. പക്ഷേ BJPക്ക് തന്നെ എത്താൻ പറ്റാത്ത സാഹചര്യം എന്നുള്ളത് ഒരിക്കലും പോളിറ്റീഷ്യൻസ് പ്രകടിപ്പിച്ചല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് എക്സിറ്റ് പോൾ ആണെങ്കിലും പ്രീ പോളിലാണെങ്കിലും ഇവർ നടത്തിക്കൊണ്ടിരുന്ന വ്യാജമായിട്ടുള്ള കണക്കുകൾ നിരത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സേവനം ചെയ്യുകയാണ്. ഇത് സാർ നമ്മുടെ കേരളത്തിലും ഇതിന്റെ ചില ലാഞ്ചനകൾ കാണാൻ പറ്റും. ഈ എക്സിറ്റ് പോൾ നമുക്ക് ഇനി ഇലക്ഷൻ ഒന്നും അറിയാൻ പറ്റും. പക്ഷെ നമ്മുടെ പ്രീ പോൾ നോക്കിയാൽ പല പ്രീ പോളുകളും എക്സിറ്റ് പോളിന് വേരിയൻസ് വിത്ത് എക്സിറ്റ് പോളാണ്. അതിന് കേരളത്തിലെ പല പ്രീ പോളുകളും അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലിലെ പ്രീ പോളുകളും LDFന് മാസീവ് വിക്ടറി പ്രദാനം ചെയ്തിരുന്നു. എന്ത് ഡാറ്റയെന്ന് അടിസ്ഥാനപ്പെടുത്തി LDFന് വളരെ എന്താ പറയുക ക്ലിഞ്ചിങ് വിക്ടറിയാണ് നമ്മുടെ പല സർവേകളും കൊടുത്തത്. പ്രീ പോൾ സർവേകൾ കൊടുത്ത കേരളത്തിലെ മലയാളത്തിലെ മനോരമ ഒഴിച്ച്, അല്ലെ 1-2 മനോരമ ഒഴിച്ച് പ്രധാനപ്പെട്ട കേരളത്തിലെ ചാനലുകൾ കേരളത്തിൽ LDFന് പ്രീ പോളിൽ ക്ലിഞ്ച് വിക്ടറി അവരെന്ത് സർവേ നടത്തിയത്, എവിടെ പോയിട്ട് സർവേ നടത്തിയത്? അവരുടെ ചോദ്യങ്ങൾ, അതായത് വളരെ തെറ്റായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വളരെ ഒരിക്കലും ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഡിസൈഡ് റിസൾട്ടിലേക്ക് എത്താൻ പാടില്ലെന്ന സർവേയിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരിക്കലും ലീഡിങ് ക്വസ്റ്റ്യൻസ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള റിസൾട്ടിലേക്ക് എത്താൻ പാടില്ല എന്നുള്ളത് സർവേയുടെ ഒബ്ജക്റ്റിവിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ കേരളത്തിലും പല സ്ഥലങ്ങളിലും നടന്ന ചോദ്യങ്ങൾ സർവേ എന്ന് പറഞ്ഞാൽ ലീഡിങ് ക്വസ്റ്റ്യൻസ് കൊടുത്തുകൊണ്ട് ഇവരുടെ മനസ്സിൽ എന്താണോ റിസൾട്ട് ആ റിസൾട്ടിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതനുസരിച്ച് സർവേ ഉണ്ടായിട്ട് മാനിപ്പുലേഷൻ എന്താ പറയുക ക്വസ്റ്റ്യനെയർ മുതൽ തന്നെ മാനിപ്പുലേഷൻ ആരംഭിച്ചു. അങ്ങനെ റിസൾട്ട് കേരളം നടന്നിട്ടുണ്ട്. അതിന് ആ റിസൾട്ടും നമ്മുടെ എക്സിറ്റ് പോളും അറ്റ് വേരിയൻസ് ആണ്. എക്സിറ്റ് പോളിന്റെ കാര്യത്തിൽ പല ചാനലുകൾ, മനോരമ ഒഴിച്ച് മറ്റു ചാനലുകളൊന്നും ഇതിന് പോയില്ല. എക്സിറ്റ് പോളിൽ പോകാൻ തന്നെ കാരണം എക്സിറ്റ് പോളിൽ പോയിരുന്നെങ്കിൽ അവർക്ക് യാഥാർത്ഥ്യം ഏതെങ്കിലും തരത്തിൽ പറയേണ്ടി വരും. മാത്രമല്ല അത് റിയാലിറ്റി ചെക്കിൽ ഒരു നാണക്കേടാവുകയും ചെയ്യും. അപ്പോൾ സർവേകളുടെ മാനിപ്പുലേറ്റീവായിട്ട് ക്വസ്റ്റ്യനെയർ, മാനിപ്പുലേറ്റീവായ ഡാറ്റ കളക്ഷൻ, മാനിപ്പുലേറ്റീവായിട്ട് ഡാറ്റ എക്സ്ട്രാപോളേഷൻ, ഇതൊക്കെ തന്നെ ബംഗാൾ തെരഞ്ഞെടുപ്പിലെ ഈ പോൾസ്റ്ററുടെ മൈ ആക്സസിന്റെ തുറന്നു പറച്ചിലൂടെ പൊളിഞ്ഞു വീഴുകയാണ്. നമ്മുടെ സർവേകളെ സംബന്ധിച്ച് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഞാൻ പറഞ്ഞത് സെൻസർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഭരണകൂട നടപടികളെ കുറിച്ചല്ല പറയും. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കാതിരിക്കാൻ, അവരെ വഴിതെറ്റിക്കാൻ, അവരുടെ മനസ്സിനെ ഈ ഡിസ്ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കാൻ സ്വയം നിയന്ത്രിക്കുന്ന സംവിധാനം നൽകേണ്ട. മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രീ പോളിൽ ഒരു കൃത്യത വരുത്താനായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിർദ്ദേശം മാധ്യമങ്ങൾ കൊടുക്കുന്നത് ആവശ്യമായി വരും. കാരണം പല ആൾക്കാർ പലപ്പോഴും നമ്മൾ കാണുന്ന ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി, റൂളിംഗ് റെജീമിന് വേണ്ടി പലപ്പോഴും ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്ത് സർവേ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സ്ഥിതിവിശേഷം കേരളത്തിൽ ഇന്ത്യയിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലെ, ഒരു അക്കാഡമിക് എന്ന നിലയിൽ എന്താണ് ഒരു സർവേയിലെ ഒരു പ്രത്യേകിച്ച് ഒരു സോഷ്യൽ സർവേയിൽ, സോഷ്യോ പൊളിറ്റിക്കൽ സർവേയിൽ എന്തൊക്കെയാണ് ഒരു നല്ല സർവേ, അല്ലെങ്കിൽ കൃത്യമായി അളക്കാൻ പറ്റുന്ന എന്തൊക്കെ ഫാക്ടേഴ്സാണ് വേണ്ടത് എന്നാണ്?
ഞാൻ MA പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ ഒരു സർവേ ചെയ്യാൻ പറയും. എന്നുവെച്ചാൽ അത് ഇറ്റ്സ് എ പ്രാക്ടീസ് വിച്ച് ഇൻ ദ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നതാണ്. അപ്പം ഒരു അക്കാഡമിക് ഇതിൽ താങ്കൾ എന്തൊക്കെയാണ് ഒരു സർവേ പോസ്റ്റർ അല്ലെങ്കിൽ ഏത് സർവേ ആണെങ്കിലും അതിനെ റിയാലിറ്റി ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഇമ്പോർട്ടൻറ്റ്? അതാണ് സാർ, ഇത് നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർവേ ആണ്. നമ്മൾ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ, അതിനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ, റിയാലിറ്റി കോംപ്രിഹെൻഡ് ചെയ്യാൻ വേണ്ടി സർവേ ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ ആക്യുറേറ്റ് ആയിട്ട് അപ്രോക്സിമേറ്റിലേക്ക് നമുക്ക് ആക്യുറസി എത്താൻ പറ്റും, ഒരു അപ്രോക്സിമേഷൻ ഓഫ് റിയാലിറ്റി നമുക്ക് എത്താനാവും സർവേ സാധിക്കുക. ആ ഒരു ധാരണ പ്രാഥമിക വേണം. ഒരു അപ്രോക്സിമേറ്റ് റിയാലിറ്റിക്ക് എത്താൻ പറ്റും. കാര്യം ഫുള്ളി റിയാലിറ്റി അത് തന്നെ ആയിരിക്കില്ല. അപ്പോൾ എറർ ഫാക്ടർ പ്രധാനപ്പെട്ട എറർ ഫാക്ടർ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ സാമ്പിളിംഗ് ഏറ്റവും പ്രധാനം. നമ്മുടെ സാമ്പിൾ എടുക്കുമ്പോൾ അതിൽ ഏജ്, ജെൻഡർ, ലൊക്കാലിറ്റി ഇതിനൊക്കെ തന്നെ കൃത്യമായി റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലുള്ള സാമ്പിളിംഗ് ആയിരിക്കും നടക്കണം. കാരണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് പോയാൽ റിസൾട്ട് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ പ്രധാനമാണ്. സാമ്പിളിംഗിൽ ഒബ്ജക്ടിവിറ്റി ആ പോപ്പുലേഷൻ ഡെമോഗ്രാഫിയുടെ ബേസിസും വളരെ കൃത്യമായി റിഫ്ലക്ട് ചെയ്യണമായിരിക്കണം. അതിൽ നമ്മൾ ഡെമോഗ്രാഫിക്കായിട്ട് എങ്ങനെയാണോ പോപ്പുലേഷൻ ഉള്ളത് ആ പോപ്പുലേഷൻ റിഫ്ലക്ഷൻ സർവേയിൽ വേണ്ടി വരും. അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിന് കൂടുതൽ മുൻതൂക്കം കൊടുത്താൽ സർവേ തെറ്റിപ്പോവും. രണ്ടാമതായി നമ്മൾ ഒരിക്കലും ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. കാര്യം ലീഡിങ് ക്വസ്റ്റ്യൻസ് ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള പാസീവ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കാറ്. നമ്മൾ പാസീവ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമുക്ക് എത്താൻ പറ്റുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ലീഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ആരെ മുഖ്യമന്ത്രി വേണമെന്ന് വെച്ചാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്കത് ഇൻഡയറക്ട്ലി നമുക്ക് അസസ് ചെയ്യാനുള്ള ചില മെത്തേഡ്സ് ഉണ്ട്. ഇൻഡയറക്റ്റ്ലി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാമ്പിളിങ്ങിലൂടെ ഈ ഒബ്ജക്റ്റീവ് ആൻസറിൽ എത്താൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ഈ റിസൾട്ടുകൾ നമുക്കിന്ന് ഒരുപാട് എന്താ പറയുക, പഴയ പോലെയല്ല. നമുക്ക് ഇന്ന് ഒരുപാട് AI ബേസ്ഡ് ടൂൾസ് അവൈലബിൾ ആണ് ഈ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ആ AI ടൂൾസ് തന്നെ നമ്മുടെ എറർ കാണിച്ചു തരും. ഇതാണ് എറർ എന്ന് പറഞ്ഞു തരും. അപ്പോൾ ആ എറർ അനുസരിച്ച് മാറ്റാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ഈ AI ടൂൾ അപകടകാരിയാണ്. AI ടൂൾ എന്ന് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ സാർ നോക്കിയാൽ വെറും ChatGPTക്ക് നമ്മൾ കൊടുക്കുക, നമ്മളൊരു ചെയ്തിട്ട് LDF റിസൾട്ട് അനുകൂലമാകുന്ന ഡാറ്റ ഞങ്ങൾക്ക് തരുമെന്ന് പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ChatGPT ചോദിക്കുക, പ്ലീസ് ഗിവ് us എ റിസൾട്ട് ദാറ്റ് ഷോസ് ദാറ്റ് LDF is going to win the elections for the 2026 അസംബ്ലി എന്ന് കൊടുത്താൽ അതനുസരിച്ച് ChatGPT നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി തരും. അപ്പോൾ AI അപകടകാരിയുമാണ്. അതേസമയം തന്നെ നമ്മൾ ഡാറ്റ കൃത്യമായി അസസ് ചെയ്യാനും AI ഉപകാരപ്പെടും. പക്ഷെ ഇവിടെ അപ്പം ഏറ്റവും സുപ്രധാന കാര്യം നിങ്ങൾ എടുക്കുന്ന എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. നിങ്ങൾ ആരോടാണ് ഇത് റിയാലിറ്റി കോംപ്രിഹെൻഡ് ചെയ്യാനോ അതോ റിയാലിറ്റി നിങ്ങൾ സൃഷ്ടിക്കാനോ, റിയാലിറ്റിയെ കുറിച്ചുള്ളൊരു മിസ്കോൺസെപ്ഷൻ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനോ അതോ റിയാലിറ്റി നിങ്ങൾ അപ്രോക്സിമേറ്റ് മനസ്സിലാക്കാനോ ശ്രമിക്കുക എന്നുള്ള നിലപാടാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പലപ്പോഴും റിയാലിറ്റി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുന്ന പക്ഷേ റിയാലിറ്റി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ശ്രമമാണ് മാറുന്നത് എന്നതുകൊണ്ട് നമ്മുടെ സർവേകളൊക്കെ വിശ്വസനീയമല്ലാതായി മാറിയിരിക്കുന്നു.